വൺ പീസ് ചാപ്റ്റർ 1173ന്റെ ബ്രീഫ് സ്പോയിലേഴ്സ് വന്നിട്ടുണ്ട്. നമുക്ക് ചാപ്റ്ററിൽ സംഭവിക്കാൻ പോണ മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ സോറോ എന്തോ ഒരു വലിയ പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ പാടില്ലായിരുന്നു, കാരണം ആൾ സോറോ ആണ്. പുള്ളിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ചാടി ഡോമി റിവേഴ്സ്ഡ് ആയ എല്ലാ ജയൻസിനെയും ഒറ്റ വെട്ടിന് അറ്റാക്ക് ചെയ്യുക എന്നതാണ്. അടുത്ത പോയിന്റ് പറയുന്നത് ഓറിയും ബ്രോഗിയും സോറോയിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങാൻ പോവുകയാണ്. പക്ഷെ അപ്രതീക്ഷിതമായി അവർ സോറോയിനെ മൈൻഡ് ചെയ്യാതെ പരസ്പരം അറ്റാക്ക് ചെയ്തു. ഇതെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. നമുക്കറിയാം ഡോറിയും ബ്രോഗിയും വർഷങ്ങളോടും ലിറ്റിൽ ഗാർഡനിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരാണ്. ചിലപ്പോൾ അതിൻ്റെ മസിൽ മെമ്മറിയിലായിരിക്കും. ഇനിയാണ് ഈ ചാപ്റ്ററിലെ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. കഴിഞ്ഞ ചാപ്റ്ററിൽ ബ്രുക്ക് എങ്ങോട്ട് പോയെന്ന് ജീംബെ പറയുന്നുണ്ടായിരുന്നു. അതിനു മുമ്പത്തെ ചാപ്റ്ററിലൊക്കെ ബ്രുക്കിന് ഗുങ്കോയിനെ എവിടെയോ കണ്ട പരിചയമുള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. ബ്രുക്ക് ഗുങ്കോയിന്റെ റിയൽ നെയിം റിവീൽ ചെയ്തു. ഗുങ്കോയിന്റെ ശരിക്കുള്ള പേര് പ്രിൻസസ് ഷൂറി എന്നാണ്. ബ്രുക്കിന് എങ്ങനെയാണത് മനസ്സിലായെന്ന് വെച്ചാൽ പുള്ളിക്കാരിന്റെ നീല കളർ ഹെയറും വ്യത്യസ്ത നിറമുള്ള കണ്ണുകളും കണ്ടിട്ടാണ് ബ്രുക്കിന് ഷുറി ആണെന്ന് മനസ്സിലായത്. ബ്രുക്ക് ഗുങ്കോയിനെ ഫാദർ കില്ലിംഗ് പ്രിൻസസ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഗുങ്കോന് വളരെ വേണ്ടപ്പെട്ട ഒരാളെ കൊന്നിട്ടുണ്ട്. ഈ മരിച്ചയാള് ബ്രുക്കിന് ലൂഫിന്റെ ഷാങ്സ് പോലെയായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ ഗുങ്കോ ഓൾമോസ്റ്റ് റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ബ്രുക്കിനോട് ഓടി രക്ഷപ്പെടാനും പറയുന്നുണ്ട്. ആ സീൻ അവിടെ വെച്ച് തീരാണ്. നെക്സ്റ്റ് പോയിന്റിൽ ഗറഡും ഗോൾഡ്ബർഗും മറ്റേ രണ്ട് മദർ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സിനെതിരെ ഒരു കോംബോ അറ്റാക്ക് ഫയർ ചെയ്യാണ്. പക്ഷേ ഇടയ്ക്ക് റോഡ് കയറി വന്നിട്ട് പുള്ളിക്കും ഇതിനകത്ത് പങ്കുചേരണമെന്ന് പറഞ്ഞ് മൂന്നുപേരും കൂടെയും ത്രീ ജനറൽസ് റോറിംഗ് നേഷൻ എന്ന് പറഞ്ഞൊരു അറ്റാക്ക് ഫയർ ചെയ്യുകയാണ്. ഇത് ഡോറിയുടെയും ബ്രോഗിന്റെയും വാറിയർ നേഷൻ എന്ന അറ്റാക്കുമായിട്ട് വളരെ സിമിലർ ആണ്. ചാപ്റ്ററിന്റെ അവസാനം മദർ നൈറ്റ്മെയർ മോൺസ്റ്റർ സമേഴ്സിന്റെ മേത്തേക്ക് വീഴാൻ പോവുകയായിരുന്നു. അത് സമേഴ്സ് തട്ടിമാറ്റി സമേഴ്സിന്റെ മേത്തേക്ക് വീഴുന്നതിന് പകരം ഈ ജയന്റ് പിള്ളേരെ ഹോളി ലാൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ഷിപ്പിലോട്ട് ഈ ഹ്യൂജ് മദർ നൈറ്റ്മെയർ മോൺസ്റ്റേഴ്സ് വീണു. ലാസ്റ്റ് സീൻ ഓഫ് ദ ചാപ്റ്റർ സമേഴ്സ് ഓ ഷിറ്റ് എന്ന റിയാക്ഷൻ ഇട്ട് ചാപ്റ്റർ തീരുകയാണ്. അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല. സോ ഇതായിരുന്നു ബ്രീഫ് സ്പോയിലേഴ്സ്. റിലീസ് ഡേറ്റ് ഇറക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഫുൾ സ്പോയിലറും വരും. സോറോയുടെ പ്ലാൻ എന്താണെന്ന് നമ്മൾ ഡ്രസ് റോസയിൽ തന്നെ കണ്ടതാണ്. ചാടി വെട്ടുക, അത്രേ വരുള്ളൂ കൂടിപ്പോയാൽ. പിന്നെ ഉടനെ തന്നെ ബ്രുക്കിന്റെയും ഗുങ്കോയിന്റെയും പ്രിൻസസ് ഷുറിന്റെ ഒരു ഫ്ലാഷ് ബാക്കും അടുത്ത ഒരു 2-3 ചാപ്റ്ററിൽ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഈ ആർക്കിലെ MVP ബ്രുക്കാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഊസാപ്പ് ഇങ്ങനെ വെറുതെ കറങ്ങിത്തിരിയുന്ന എൽബാഫും ഊസാപ്പിന്റെ കയ്യിൽ നിന്ന് പോവും. വിരളിൽ എണ്ണാവുന്ന ഊസാപ്പ് ഫാൻസിന് അത് തീരാത്തൊരു നഷ്ടമാവും. സോ അത്രേ ഉള്ളൂ. പീസ്.